സ്ത്രീയല്ലല്ലോ. പക്ഷേ ഈ പ്രസവിച്ചു എന്നുള്ള വാർത്ത കേട്ട് എത്തുന്ന ആ അദ്ദേഹത്തിനെ കംസന് കാണാൻ കഴിഞ്ഞത് അമ്മയുടെ കയ്യിലിരിക്കുന്ന, അതായത് തൻ്റെ സഹോദരിയായിരിക്കുന്ന ദേവകിയുടെ കയ്യിലിരിക്കുന്ന പെൺകുഞ്ഞിനെയാണ് കാണുന്നത്. അവിടെ ആൺകുഞ്ഞിനെയല്ല. അത് കൂടുതൽ കുഴപ്പത്തിലാക്കി. അദ്ദേഹം ആലോചിച്ച് എന്താ ചെയ്യേണ്ടത്, ഇതിനെ കൊല്ലണമല്ലോ. അവിടെ ഞാൻ അയാളുടെ മാനസിക പശ്ചാത്തലം ഞാൻ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരുപാട് സംഘർഷങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഒന്നാമത് ആദ്യവേദന നാരദ മഹർഷി കൊള്ളാക്കി. 7 പുത്രന്മാരെങ്കിലും വിട്ടേക്കാം, 8ാമത്തെ പുത്രനെ കൊല്ലുന്നതാണ് അശരീരി. അപ്പം സംശയമായി അശരീരി തെറ്റായിക്കൂടെ? തെറ്റല്ലോ. താൻ അദ്ദേഹത്തിന് ഉപദേശം ചെയ്ത് പറഞ്ഞതാണ്, സാർ ഇതൊന്നും പേടിക്കുന്നു വേണ്ട, അശരീരൊക്കെ വെറുതെയാണ്, അത് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പോലെ ഉള്ളൂ, ഒന്നും നടപ്പാകാൻ പോണില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അശരീരിയാണ്, അശരീരി നടപ്പാകണം നിർബന്ധമില്ല. അങ്ങനെ ശാന്തപ്പെടുത്തും. അപ്പോൾ അദ്ദേഹം ഓക്കെ എന്നാൽ കൊല്ലണില്ല ആരെയിനി, 8ാമത്തെ പുത്രനെ മാത്രമേ കൊല്ലുന്നുള്ളൂ. അപ്പോഴാണ് ദാ വരുന്നു ശിങ്കിടി, നാരായണ നാരായണ വന്നു. അദ്ദേഹം അവിടെ ഇരുന്ന് എപ്പോഴെങ്കിലുമൊക്കെ കുളം കലക്കണം എന്നൊരൊറ്റ വിചാരം ഈ മനുഷ്യനുള്ളൂ എന്ന് തോന്നുന്നു. ഒരു ധർമ്മം പാലിക്കാൻ വേണ്ടിയിട്ടാണ് അത് വന്ന് അയാളോട് പറഞ്ഞത്. വന്നു കാര്യം പറയും. അസുരന്മാരും ദേവന്മാരുമാണ് അവിടെ. 8ാമത്തെ 7ാമത്തെ പുത്രൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആര് വന്നാലും നിങ്ങളുടെ ശത്രു തന്നെയാണ് അവർ. അതുകൊണ്ട് 8 വരെ കാത്തു നിൽക്കാതെ എല്ലാത്തിനെയും കൊന്നാൽ അത്രയും നല്ലത്. അങ്ങനെ ആ നാരദരുടെ വാക്ക് കേട്ട് ഇത്രയും കുട്ടികളെ കൊന്നു, 6 കൊന്നു. 8ാമത്തെ പുത്രന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക, വരട്ടെ അവന് വരട്ടെ. ദിവസവും വാള് തേച്ച് മിനിക്കും. ഇങ്ങനെ ദിവസവും ഇങ്ങനെ മാക്ബത്തിലെ ഒരു നടൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇത് വാളിങ്ങനെ നോക്കുകയാണ്, ഇറച്ചി വെട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ മാക്ബത്തിലല്ല കേട്ടോ. അങ്ങനെ ഈ കത്തി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് കിട്ടിയ വാർത്ത ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു എന്നാണ്. എന്താ ചെയ്യുക? അദ്ദേഹം നോക്കപ്പോൾ ദുഷ്ട പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ അസന്തുഷ്ടനായ അയാളുടെ ഉള്ള വീര്യം മുഴുവനും പോയി അല്ലേ. പുലിയെപ്പോലെ വരുന്നവനു എലിയെപ്പോലെ പോകുന്നത് കാണാമെന്ന് പറഞ്ഞ പോലെ. പുലിയെപ്പോലെ വന്നേ ഇവിടെ വന്ന് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇതിനെ കൊല്ലണോ വേണ്ടയോ എന്നൊരു ആലോചനയാണ്. ഇമാജിൻ യുവർ സെൽഫ് ഇൻ ദ പൊസിഷൻ ഓഫ് കംസ. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കംസൻ്റെ ചിത്രം നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് കംസനുണ്ടായ വികാരഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ ഭാവോജ്വലമായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മാനസിക പശ്ചാത്തലത്തിൻ്റെ തീവ്രത, അദ്ദേഹം സഹിക്കുന്ന വേദന, അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷം. ശരീരത്തിന് അസുഖം വന്നാൽ നമുക്ക് എങ്ങനെയും സഹിക്കാൻ പറ്റും. മനസ്സിന് അസുഖം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സ്ഥിപ്പിക്കാൻ പറ്റില്ല. അദ്ദേഹം മനസ്സുകൊണ്ട് ആകപ്പാട് ചത്തു എന്നാണ്. അതിൻ്റെ പൊസിഷൻ അതാണ്. അപ്പോൾ ഒന്ന് വായിച്ചോളൂ. തതസ്വനിജനാരവക്ഷവിതനുദ്ദേവഗ്രവൽ ഫടോൽക്കര നിവേദിത പ്രസവ വാർത്തയൈ വാർത്തമാൻ വിമുക്ത ചിഗുരോൽക്കര സ്ത്വരിതമാപതൻ ഭോജരാജ അതുഷ്ടൈവ ദുഷ്ടവാൻ ഭഗിനികാരേ കന്യകാം. അവിടെ ഭഗിനി എന്ന് വെച്ചാൽ സഹോദരി എന്നാണ്. ഭോജരാജാവ് എന്ന് പറഞ്ഞാൽ കംസനാണ്, ഭോജവംശത്തിൽ രാജാവ്. പിന്നെ അത് ഡതുഷ്ട, അത് നമുക്ക് അതുഷ്ടം എടുക്കണം. അപ്പോൾ സന്തുഷ്ടിയില്ലാതെയായി. എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയാൻ വയ്യാതെയായി. അദ്ദേഹം എന്താ ചെയ്തതെന്ന് ഏതായാലും പെൺകുട്ടിയെ എന്താണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് ഏതായാലും അറിയാം. എങ്കിൽ നമുക്ക് അതിലേക്ക് പോകാം. നമ്മൾ ഇതുവരെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ ഇത്രയും വിശദമായിട്ട് തന്നെ നമ്മൾ പറയണം. പക്ഷേ ഭാഗവതം വായിക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതലുണ്ട്. ചില ഗ്രന്ഥങ്ങളിൽ അതിനൊരുപാട് മാറ്റങ്ങളോടെ എഴുതിയിട്ടുണ്ട്. ചില എല്ലാം ഒരുപോലെയല്ല അർത്ഥം എഴുതുന്നത്. ഇപ്പം തന്നെ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ തിരികൊളുത്തിയ ഒരു വിവാദം ഉണ്ടായിരുന്നു. അതിനകത്ത് ശ്രീരാമൻ മാംസം തിന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു വിഷയം. ശ്രീരാമൻ മാംസബുക്കായിരുന്നു എന്നാണ്. ശ്രീരാമൻ മാംസബുക്കിന് മാംസം തിന്നു എന്ന് പറഞ്ഞാലും അതുകൊണ്ട് ശ്രീരാമൻ നമ്മുടെ ദേവനല്ല ആവുന്നില്ല. അതാ ആദ്യം പറഞ്ഞത്. അതിൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ മാംസം കഴിച്ചിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അത് എങ്ങനെയാണ് പറയട്ടെ, ഏത് ആധികാരികന്തോ ആയിക്കോട്ടെ. ശ്രീരാമൻ മാംസം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കഴിച്ചെങ്കിൽ തന്നെ എന്താണ്, അതുകൊണ്ട് നമ്മുടെ ദേവനാവാതിരിക്കുന്നില്ലല്ലോ, കഴിച്ചോട്ടെ. എന്നാ മാംസഭക്ഷണേ ദോഷോ എന്നാണല്ലോ മനുസ്മൃതി പറഞ്ഞിരിക്കുന്നത്. മാംസം കഴിക്കുന്ന ദോഷമില്ലെന്നാണല്ലോ. അത് ചിദാനന്ദപുരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാംസം കഴിക്കരുതെന്ന് ഹിന്ദു നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹം അതിനെ എടുത്തു പറഞ്ഞു,
ഞാൻ മാംസം കഴിക്കാത്ത, എനിക്ക് മാംസം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ആ പ്രസംഗം കേട്ടോ എനിക്കറിയില്ല, അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ റെക്കോർഡുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, എനിക്കിഷ്ടമല്ല, ഞാൻ കഴിക്കുന്നില്ല, ഇഷ്ടമുള്ള ഹിന്ദുക്കൾ കഴിച്ചോട്ടെ. വിവേകാനന്ദൻ അത് അത്യന്തം ചോദിക്കുന്നുണ്ട്, സ്വാമി വിവേകാനന്ദൻ ഹിന്ദു അല്ല എന്ന് ആരെങ്കിലും പറയുമോ? അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? അമേരിക്ക വന്ന സമയത്ത് ഇവിടെ കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ, മാംസം ഉൾപ്പെടെയുള്ള, ഇവിടെ കിട്ടുന്ന പാനീയങ്ങൾ, മദ്യം ഉൾപ്പെടെയുള്ളവ കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ കഴിഞ്ഞു പോയത് എന്ന് പറയുന്നു. തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഗീതയും ഭാഗവതവും ഒക്കെ മാറ്റിവെക്കൂ, മാംസവും മറ്റും ഭക്ഷിച്ച് നിങ്ങൾ ആദ്യം ഫിസിക്കൽ സ്ട്രെങ്ത് നേടുക, എന്നാൽ മാത്രമേ നിങ്ങൾ രജോ ഗുണം ഉണ്ടാവുള്ളൂ. തമോ ഗുണം മാറണമെങ്കിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, രാമായണത്തിലെ ഒരു പ്രശസ്ത, രാമായണത്തിലെ ഭരദ്വാജ ആശ്രമപ്രവേശം എന്ന് പറയുന്ന അധ്യാത്മരാമായണത്തിൽ, പിള്ളച്ചേട്ടൻ കൂടെ കേൾക്കാൻ വേണ്ടി പറയുന്നത്, അധ്യാത്മരാമായണത്തിൽ ഭരദ്വാജ ആശ്രമപ്രവേശം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അത് ഞാൻ ചൊല്ലിയാണ് ഇവിടെ. വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോടൊരുമിച്ചൊരു മൃഗത്തെ കൊന്ന് ഭുക്തിയാ സാദരം പാദവേ വൃക്ഷസ്ഥലതൽപ്പമേ. എന്താണ് അർത്ഥം? ഭരദ്വാജ പ്രശ്നത്തിലേക്ക് കയറുന്ന സമയത്ത് ആദ്യത്തെ വരി എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നതാണ്. വൈദേഹി തന്നോടുകൂടവേ രാഘവൻ, സീതയോടുകൂടി എത്തിയ രാഘവൻ ശ്രീരാമൻ സോദരനോടൊത്ത്, സഹോദരനായ ലക്ഷ്മണനോടൊത്ത് ഒരു മൃഗത്തെ കൊന്ന്, ഒരു മാനിനെ കൊന്നിട്ട് ഭുക്തിയാ ഭുജിച്ചു, തിന്നു, സാദരാൽ. എന്നിട്ട് എന്ത് ചെയ്തിരിക്കണോ? അവിടെ ഉള്ളൊരു ഇതിൽ വൃക്ഷത്തിൻ്റെ കീഴിൽ അവർ അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങിയെന്നാണ്. ഇത് എഴുത്തച്ഛൻ്റെ രാമായണത്തിലുണ്ട്. എൻ്റെ കയ്യിൽ 5-6 രാമായണമുണ്ട്. ഈ 6 രാമായണങ്ങളിലും ആ വരിയുണ്ട്. അപ്പോൾ ചോദിക്കും നിങ്ങൾ, സാറേ വാൽമീകി ഇത് പറഞ്ഞിട്ടുണ്ടോ? വാൽമീകി പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പുസ്തകം മുകളിലിരിപ്പുണ്ട്, ഞാനത് അതൊക്കെ ഗവേഷണം നടത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാനവിടെ. അതിൽ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇത് ഈ ഭരദ്വാജൻ്റെ ആശ്രമത്തിലേക്ക് കയറുമ്പോഴാണ് എഴുത്തച്ഛൻ ഈ വരി പറയുന്നത്. പക്ഷേ വാൽമീകി രാമായണത്തിൽ ഈ വരി പറഞ്ഞിരിക്കുന്നത് ആ ആശ്രമത്തിൻ്റെ സന്ദർശനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. തന്നെയല്ല, ഇവർ ആയിരക്കണക്കിന് മൃഗങ്ങളെ ഇവരുടെ 14 വർഷത്തെ വനവാസത്തിനിടയ്ക്ക് ഒരുപാട് മൃഗങ്ങളെ കൊന്നു എന്ന് പറയുന്നുണ്ട്. കൂട്ടം കൂട്ടമായിട്ട് കൊന്നിട്ടുണ്ട് അവർ. ആ കൂട്ടം കൂട്ടമായിട്ട് കൊന്നിരിക്കുന്ന ആ മൃഗങ്ങളെ ഇവരെന്ത് ചെയ്തു? ഉത്തരം പറയുന്നില്ല. ഒരു രാമായണം ഉത്തരം പറയുന്നില്ല. പലയിടത്തും കൊല്ലുന്നതായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതവരെ കഴിച്ചോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയാം. രണ്ടാമത്, സീതാദേവി ഉണക്കാൻ ഒരു സാധനം ഉണക്കാനിട്ടിട്ട് വന്ന് ജയന്തൻ വന്നിട്ട് അവരെ കൊത്തുന്നൊരു കഥ നിങ്ങൾക്കറിയാമല്ലോ. അതിൽ പലലം ഇത് ചിക്കുവാൻ, ഉണക്കുവാൻ ചിക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലലം എന്നുള്ളതിന് മാംസം എന്നർത്ഥമുണ്ട്. പക്ഷെ അത് ആർക്കും ഉദ്ധരിക്കാൻ പറ്റില്ല. കാരണം പലലത്തിന് എള്ള് എന്നർത്ഥമുണ്ട്. എള്ളുണ്ട ഉണ്ടാക്കി ആ എള്ളുണ്ട ഉണക്കാനിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ പറഞ്ഞ വരിയിൽ വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോട് വെച്ചൊരു മൃഗത്തെ കൊന്നു. മൃഗം എന്ന് പറഞ്ഞാൽ ഇനി അതിന് ചന്ദ്രൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഈ ചന്ദ്രനെ വിളിക്കാറുണ്ട് മൃഗാങ്കനൊക്കെ. കാളിദാസൻ പറഞ്ഞിട്ടുണ്ട്, കിങ്കേതകങ്ങളിൽ മൃഗാങ്കൻ ഉദിച്ച പോലെ എന്ന് പറയുന്നത്. കൈതക്കൂട്ടങ്ങൾക്കിടയിൽ മൃഗത്തിൻ്റെ അംഗമുള്ളയാൾ ഉദിച്ചതുപോലെയാണ് ആ സ്ത്രീ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൃഗം എന്നുള്ളതിന് മാനെന്ന് അർത്ഥമാണ്. വേറൊരർത്ഥം മൃഗത്തിന് കാണാൻ കഴിയണില്ല. സംസ്കൃതി കണ്ടു എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് മൃഗമല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കൊന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെയും ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ മാംസവുമായി ബന്ധപ്പെട്ട് രാമായണത്തിലുണ്ട്. അപ്പോൾ അത് സംഭവിച്ചു എന്നിരിക്കട്ടെ. കാരണം ഇത് നമുക്ക് എതിർക്കാനൊക്കില്ല. ഈ പറഞ്ഞയാൾ മഹാരാഷ്ട്രയിലെ ഒരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാരനോ BJP-ക്കാരനോ എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞിട്ട് അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ഒരു നാട്ടിൽ നിന്ന് ഓർത്തു അല്ല അങ്ങനെ ഉണ്ട്. അന്ന് രാമായണം എടുക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. ആ ഭരദ്വാശ്രമത്തിൽ കയറുന്ന സമയത്ത് അവർ ആദ്യത്തെ രാത്രി അവിടെ കഴിച്ചത് അവിടെ ഈ മാംസം മൃഗത്തിൻ്റെ മാനിൻ്റെ എന്നാണ്. മാൻ എന്നുള്ള അർത്ഥം വരും. കാരണം ചന്ദ്രനെ വിളിക്കുന്ന മൃഗാങ്കനാണ്, മൃഗത്തിൻ്റെ അംഗമുള്ളവൻ, മാനിൻ്റെ അടയാളം എന്നാണ്. നേരത്തെ പാടിയ ഗാനത്തിലും അങ്ങനെയല്ലേ, ഇതാണ് ഇത് പറഞ്ഞല്ലേ, ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടി നീ ഇളമാൻ കിടാവേ ഉറക്കമായോ എന്നാണ്.
അതിലും ശ്രദ്ധിക്കണില്ലല്ലേ? ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിനി ഇളമാൻ കിടാവേ ഉറക്കമായോ, വൃശ്ചികരാത്രിതൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. അവിടെ ചന്ദ്രനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവിടെ ചന്ദ്രനെ കൊണ്ട കാര്യമില്ല. ചന്ദ്രനച്ചത് മുങ്ങി നേരാൻ ഇളമാൻ കിടാവാണ്. ചന്ദ്രനാണ് ഇളമാൻ കിടാവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചന്ദ്രനുള്ള അടയാളം മാനിൻ്റെയാണ്. അത് ഇപ്പോൾ മൃഗം എന്ന വാക്കിന് രാമായണത്തിലായി ഈ ഒരു മൃഗത്തെ കൊന്നു. എന്നാൽ പിന്നെ ഇനി മൃഗം നീ വേറെ എന്തെങ്കിലും ആണെന്ന് ഇരിക്കട്ടെ, അപ്പോഴാ കൊന്നു എന്നുള്ള വാക്കിന് എന്തർത്ഥം കൊടുക്കും? ഞാൻ നിങ്ങൾക്ക് ഡിബേറ്റ് ഇട്ട് തരികയാണ്. നിങ്ങൾ യു തിങ്ക് അബൌട്ട് ഇറ്റ്. എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറയാണ്, അദ്ദേഹം മാംസം ഭക്ഷിച്ചു എന്ന് നമ്മൾ അംഗീകരിച്ചാൽ എന്താ കുഴപ്പം? എന്താ കൃഷ്ണന്റെ അഭിപ്രായം? തീർച്ചയായിട്ടും നമ്മള് തിരിയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് കേൾക്കാൻ സാധിക്കും. കേൾക്കാമോ സാറിന്? അല്ല, ഈ മാംസം ഭക്ഷിച്ചാലും ഭക്ഷിച്ചില്ലല്ലോ സാർ ആദ്യം പറഞ്ഞ വരി തന്നെയാ കറക്റ്റ്. അതാണ് കറക്റ്റ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദുക്കൾ എന്നുള്ളതിലേക്ക് ആ വാശി പിടിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഗ്രന്ഥത്തിൽ നമ്മളിങ്ങനെ വ്യാഖ്യാനം കൊടുക്കും. അതെ, ഇത് വെറുതെ ഞാനിങ്ങനെ ഞാൻ എന്തെങ്കിലും നിങ്ങൾ പറയണമെങ്കിൽ ആധികാരികമായിട്ടേ പറയുള്ളൂ. അത് റെഫർ ചെയ്യും. 1, 2, 3 തവണ റെഫർ ചെയ്തിട്ട് ഗ്രന്ഥങ്ങൾ നോക്കിയാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് വാൽമീകി രാമായണം കൂടി ഞാനതിന് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിലും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് എവിടെയാണ് അങ്ങനെ പറയാത്തതെന്ന് ചോദിച്ചാലുണ്ട്. തുളസീദാസ രാമായണത്തിൽ, കമ്പരാമായണത്തിൽ, പിന്നെ ഒരു ഹിന്ദി, അതെ അത് തുളസിദാസിൻ്റെയാണ്. അതിലൊന്നും ഇതില്ല എന്ന് ഞാൻ വായിച്ചിട്ടില്ല. അത് ഇപ്പോൾ തുളസീരാമനൊക്കെ വെച്ച് ഹിന്ദി പഠിച്ചപ്പോൾ വായിച്ചാണ്. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് അംഗീകരിച്ചതുകൊണ്ട് മാംസം ഭക്ഷിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല. അതുകൊണ്ട് ശ്രീരാമൻ അതുകൊണ്ട് നമ്മളെ ദൈവമാകാതിരിക്കുന്നില്ല. അവിടെയാണ് നിങ്ങളുടെ പാപ്പരത്വം. ശ്രീരാമൻ മാംസം ഭക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ കൊച്ചാക്കാൻ ശ്രമിക്കുകയല്ല. ആയിക്കോട്ടെ, ഭക്ഷിച്ചു, അത് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. അദ്ദേഹം എന്നാലും ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം തന്നെയാണ് എന്ന് പറയാനുള്ള ആർജവം, തൻ്റെ ഇടം, ധൈര്യം നിങ്ങൾക്കുണ്ടാകണം. സന്ദർഭവശാൽ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. കാരണം അതെൻ്റെ മനസ്സിൽ നിങ്ങളോട് എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. അത് പറഞ്ഞതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടത് ഇതേ ഒരു ഉദ്ധരിച്ച് തന്നെ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. തന്നെയല്ല, നാം മാംസഭക്ഷണേ ദോഷോ എന്ന് മനുസ്മൃതിയിലുണ്ട്, പല കൃതികളിലുണ്ടത്.